മാർക്കോയുടെ ഗംഭീര വിജയത്തിന് ശേഷം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കാട്ടാളൻ. നമുക്കറിയാം ആൻ്റണി വർഗീസ് പെപ്പയാണ് നായകനാവുന്നത്. അപ്പോൾ ആക്ഷന് യാതൊരു കുറവും കാണില്ല. നമുക്ക് നേരെ ടീസറിലേക്ക് പോവാം. കാട്ടാളൻ ടീസർ. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ്. ഓ, ആനവേട്ടയാണെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു പോസ്റ്ററിൽ. സൈറസ് ഉണ്ടല്ലോ, ജഗദീഷ്. ഇതെന്താ ഇത്? ടാർസനോ? അജീഷ്. ഓ ഓ ഓ ഓ. കാട്ടാളൻ. ഇത് അടിയുടെ മാലക്കണം. മെയ് 2020 ആണ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ ട്രെയിലർ. പക്ഷെ ആ ഒരു ആനയുടെ പുറത്ത് കിടന്ന് കറങ്ങിയടിക്കുന്നത്, തോക്കുമായിട്ട് വരുന്നത് കുറച്ച് ഓവറായോ. പക്ഷേ സിനിമയിൽ ഇത് മൊത്തം ആക്ഷനാണ്. ഇതിനകത്ത് ലോജിക്ക് നോക്കാനൊന്നുമില്ല. ഗംഭീരമായ എന്താ പറയുക, ബ്ലഡ് ഷെഡ് തന്നെയായിരിക്കും ഈ സിനിമ. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ കളർ ടോണൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ആ കാടിനകത്തുള്ള ഒരു ഡാർക്ക് ഷെയ്ഡും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആൻ്റണി വർഗീസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഫിസ്റ്റ് ഫൈറ്റ്, മനുഷ്യരുമായിട്ടുള്ള ഫൈറ്റാണ്. ഇതിൽ ആനിമൽസ് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു വെറൈറ്റി കൂടെ കാണാനുണ്ട്. അതിൽ ആ CGI ഒക്കെ ഇതിനകത്ത് ടീസറിൽ കാണുമ്പോൾ നല്ല റിയാലിറ്റി ഉണ്ട്. അത് തിയേറ്ററിലേക്കും ആ ഒരു റിയാലിറ്റിയുടെ ആ ഒരു പെർഫെക്ഷനൂടെ വന്നു കഴിഞ്ഞാൽ ഇത് മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും എന്തായാലും കാട്ടാളൻ ടീസർ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ മെയ്യിലാണ് റിലീസാവാനിരിക്കുന്നത്. ഇനിയൊരു ട്രെയിലർ കൂടെ വരാനുണ്ട്. എന്തായാലും ഗംഭീരമായ ഒരു ആക്ഷൻ പാക്ഡ് സിനിമ തന്നെയായിരിക്കും കാട്ടാളൻ. ക്യൂബ്സിൽ നിന്ന് വരുന്ന, അതിനുശേഷം മമ്മൂട്ടിയുടെ ഒരു സിനിമ കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും അവർ മാർക്കോയ്ക്ക് ശേഷം അതേ ജോണറിലുള്ള, അതായത് അഡൽട്സ് ഓൺലി ആക്ഷൻ ചിത്രങ്ങളാണ് അവരുടെ മെയിൻ ജോണർ എന്ന് ഷരീഫ് മുഹമ്മദ് തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ്. എന്തായാലും പെപ്പയുടെ കിൻഡൽ മാർക്ക് ഇടി ഈ സിനിമയിൽ എന്തായാലും പ്രതീക്ഷിക്കാം.